ഷറഫുദ്ദീൻ അക്യുപഞ്ചർ സെന്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ നമ്മുടെ കാലുകളിലോട്ടുള്ള വീക്കം, അതായത് നീര് വരുന്നതിനെ കുറിച്ചിട്ടാണ്. പൊതുവെ ഇതിനെ ലോവർ എഡിമ എന്ന് പറയാറുണ്ട്, ലോവർ ലിംബ് എഡിമ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എഡിമ വരാനുള്ളൊരു കാരണം നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ലിംഫ് നോഡ്സുകൾ, അതിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ചില പോരായ്മകളാണ് അതിനുള്ള കാരണം. പൊതുവെ നമ്മൾക്കറിയാം, ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ലിംഫ് നോഡ്സും ലിംഫാറ്റിക് സിസ്റ്റം, അതേപോലെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് പരിക്കുകളാകാം, മുറിവുകളാകാം, അതല്ലെങ്കിൽ ചില രോഗാവസ്ഥകളാകാം. അപ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ അനുസരിച്ചിട്ട് ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് വർക്ക് ചെയ്യും. ചില കേസിൽ അത് നമ്മുടെ ചില വൈറസ് അറ്റാക്കുകളോ ബാക്ടീരിയൽ അറ്റാക്കുകളോ അതർ ഫോറിൻ ബോഡീസിലുള്ള ചില മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതോ ഒക്കെ ആവാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാലുകളിലുള്ള നീര് അവിടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കാം. അപ്പം ചില കേസിൽ ഈ ലിംഫ് നോഡ്സിന് തന്നെ ഇഞ്ചുറി വരുന്ന അവസ്ഥയിലും നമ്മൾക്ക് ഈ ലിംഫ് എഡിമ കാണാറുണ്ട്. പൊതുവെ നമ്മൾക്ക് ചില തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ടാമോക്സിഫാൻ പോലത്തെ മരുന്നുകൾ, അതേപോലെ റേഡിയേഷൻ തെറാപ്പി, അതല്ലെങ്കിൽ ലിംഫ് നോഡ്സിന് തന്നെ ഇഞ്ചുറി വരിക, ഇങ്ങനെയൊക്കെയുള്ള കേസിലും ഈ ലിംഫ് എഡിമ അവിടെ തന്നെ എഫക്റ്റ് ചെയ്ത പാർട്ടിൽ തന്നെ കിടക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് കാലക്രമേണ നമുക്ക് കാലുകളിലുള്ള ഒരു നീരായിട്ട് കാണപ്പെടും. അത് ചിലപ്പോൾ മുട്ടിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ കഫ് മസിൽസിന്റെ ഏരിയയിലാകാം, ചിലപ്പോൾ ഫൂട്ടിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ തൈ ഏരിയയിലാവാം, നമ്മുടെ തുടയുടെ ഭാഗങ്ങളിലാവാം. ഇങ്ങനെയൊക്കെ ഈ നീര് വരാം. അപ്പോൾ ഈ ലിംഫ് ഗ്ലാൻസുകളുടെ ആ പ്രവർത്തനത്തിൽ വരുന്ന വൈകല്യമാണ് അതിനുള്ള ഒരു കാരണം, ആ നീര് വരുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അക്യുപഞ്ചർ രീതിയിൽ, അക്യുപഞ്ചർ ചികിത്സ ഉപയോഗിച്ചിട്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ഇതിനെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ഒരു ശതമാനവും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ തകരാറിനെ പരിഹരിച്ചുകൊണ്ട് അതിന്റെ നോർമൽ പ്രവർത്തനത്തിലേക്ക് ഈ ലിംഫ് സിസ്റ്റത്തെ നമുക്ക് കൊണ്ടുവന്നിട്ട് ആ നീരിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്യുപഞ്ചറിൽ എർത്ത് ചാനലിനെ ചികിത്സിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിനെ ശരിയാക്കി എടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും നമ്മുടെ സ്പ്ലെയിൻ ചാനലിലുള്ള എർത്ത് പോയിന്റിനെ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ സ്പ്ലെയിൻ ചാനലിൽ തന്നെയുള്ള ലിവറിനെയും കിഡ്നിയെയും നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്പ്ലെയിൻ ചാനലിന്റെ ഓർഗാനായിട്ടുള്ള സ്പ്ലെയിനെയും ബന്ധിപ്പിക്കുന്ന പോയിന്റ് ആയിട്ടുള്ള SP6 എന്ന് പറയുന്ന പോയിന്റിനെ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ സ്പ്ലെയിൻ ചാനലിലെ വാട്ടർ മർമ്മമായിട്ടുള്ള SP9 എന്ന് പറയുന്ന മർമ്മത്തെ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾക്ക് ഇതിനെ ഫലപ്രദമായിട്ട് ചികിത്സിച്ചെടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഇതിൽ ഏതാണ് ശരിയായ പോയിന്റ് എന്നുള്ളത് നമ്മൾ പേഷ്യന്റിന്റെ അവസ്ഥയനുസരിച്ച് ഡയഗ്നോസ് ചെയ്തെടുക്കേണ്ടതാണ്. മറ്റൊരു രീതിയിൽ നമ്മുടെ മാസ്റ്റർ ടോങ് അക്യുപഞ്ചറിലുള്ള സിയാ സാൻ ഹുവാങ് എന്ന് പറയുന്ന പോയിന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഇതിനെ ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, ഈ അക്യുപഞ്ചർ പഠിക്കുന്ന ആളുകൾക്കറിയാം, സിയാ സാൻ ഹുവാങ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ദാവോമ പോയിന്റ് ആണ്. ഒരേ ചാനലില് 3 മർമ്മങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിനെ ചൈനയിൽ പറയുന്ന പേരാണ് ദാവോമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ദാവോമ, ഈ എംബറർ പോയിന്റ് വാട്ടർ മെറ്റബോളിസത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെറ്റബോളിസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമ്മൾക്ക് ഈ ഒരു നീരിനെ, ഈ ലോവർ ലിംബ് എഡിമയെ നമ്മൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. ഇതിനെ നമ്മൾക്ക് കുറച്ചിട്ട് ആ ലിംഫാറ്റിക് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുമെന്നർത്ഥം. നമസ്കാരം.